നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് CPMൻ്റെ സ്വതന്ത്ര MLA ആയ PV അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ പത്രസമ്മേളനം അതാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ട്രെൻഡിങ് വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ സിനിമാ നടൻ സിദ്ദിഖ് ഒന്ന് കളം പിടിച്ചതാണ്. അദ്ദേഹത്തിനെതിരായ ഈ സ്ത്രീ പീഡന കേസിൽ മീ2 ആരോപണം. അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു, ഹൈക്കോടതി അത് നിഷേധിച്ചു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് നടത്തി എന്ന് പറയുന്ന ചില ശ്രമങ്ങൾ വേണ്ട പോലെ ശ്രമിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. ഇതൊക്കെയായിട്ട് ഒരു ദിവസം സിദ്ദിഖായിരുന്നു വിഷയം. പക്ഷേ നിലമ്പൂർ തേക്കിൻ്റെ ഉറപ്പും കാതലുമുള്ള പിണറായി വിരുദ്ധ ആരോപണങ്ങളിലൂടെ അല്ലെങ്കിൽ വെല്ലുവിളികളിലൂടെ ഇപ്പോൾ നമ്മുടെ അൻവർ സാഹിബ് നിലമ്പൂർ MLA വീണ്ടും രംഗം സ്വന്തമാക്കിയിരിക്കുകയാണ്. വലിയ വലിയ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞത്. വേണമെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തെ CPMനെയൊക്കെ വല്ലാതെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ ചില മാറ്റം മറിച്ചിലുകളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കാവുന്ന ചില ആരോപണങ്ങൾ. ഒരുപക്ഷെ ഇതുവരെ അത്തരത്തിലൊരു ആരോപണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും എന്നില്ല. പണ്ട് പിണറായിയും VS തമ്മിൽ ഏറ്റുമുട്ടി. അത് തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അന്തിമമായിട്ട് അതിൽ വിജയിച്ചത് പിണറായി വിജയനാണ്. പക്ഷേ ഇതല്ല. വളരെ ഇഷ്ടക്കാരനായിരുന്ന ഒരു MLA, മുഖ്യമന്ത്രിക്ക് നീ എന്ന് വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമുള്ള ഒരു MLA, സ്വതന്ത്ര MLA ആണെങ്കിലും ഒരു CPM MLA പോലെ സ്വീകാര്യനായിരുന്നു. ആ അൻവറാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ നാളെ കേരള രാഷ്ട്രീയത്തെ ബാധിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോയേക്കാം. പക്ഷേ ഇതിനിടയിലും അൻവർ ഉന്നയിച്ച ചില കാര്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ നേരിട്ടും വരികൾക്കിടയിലും അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്കും എതിരായിട്ട് പരസ്യമായി ആരോപണം ഉന്നയിക്കുന്ന കാര്യത്തിൽ അൻവർ സ്വീകരിച്ച ടൈമിങ് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, അപാരമായിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനം, അതായത് സമൂഹത്തോട് നേരിട്ട് സംസാരിച്ച ആദ്യത്തെ സംഭവം, അത് CPMൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു. പിന്നീട് പലതും സംഭവിച്ചു. പിണറായി വിജയൻ അൻവറെ തള്ളി പറഞ്ഞു. അദ്ദേഹത്തിന് കള്ളക്കടത്ത് സംഘങ്ങളുമായി ചില ബന്ധങ്ങളുണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. പക്ഷേ അതിനുശേഷം അൻവർ അടങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൻവർ വീണ്ടും രണ്ടും കൽപ്പിച്ച് രംഗത്ത് വരുന്നു. അതിൻ്റെ ടൈമിങ്ങും വളരെ പ്രധാനമാണ്. 4-ാം തീയതി നമ്മുടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ താൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ആ സമ്മേളനം കൂടി അജണ്ടയാക്കി മാറ്റുക എന്ന വളരെ കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയും ഉദ്ദേശത്തോടും കൂടിയാണ് അദ്ദേഹം ഇത് ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മുഖ്യപ്രതിയായിട്ട് പിണറായി വിജയനെ തന്നെ കാണുന്നു. അദ്ദേഹം മകൾക്കെതിരായിട്ടുള്ള ആരോപണം ഒഴിവാക്കുന്നതിന് RSSുമായി BJPയുമായി ചില ധാരണകളിൽ കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. ഒടുവിൽ അദ്ദേഹം പിതൃതുല്യൻ എന്നൊക്കെ പറഞ്ഞിരുന്ന പിണറായി വിജയനെ കെട്ടുപോയ സൂര്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണഭൂതൻ, കേരളത്തിൻ്റെ രക്ഷിതാവ്, ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിച്ച അതേ നാവ് കൊണ്ടാണ് ഈ വക പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ഒടുവിൽ ക്യാപ്റ്റൻ ഇപ്പോൾ അംഗഭംഗം വന്ന ആളാണ് എന്ന് പോലും പറയുന്നുണ്ട്. ഹാൻഡിക്യാപ്ഡ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയിലെ അന്തിമ വാക്ക്. അദ്ദേഹത്തിനെതിരായിട്ട് എഴുന്നേറ്റ് നിശബ്ദിക്കാൻ പറ്റിയ ആളുകളില്ല. അദ്ദേഹത്തിനെതിരായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരായോ.
അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പാർട്ടിയിലുള്ളത്. അൻവർ വാസ്തവത്തിൽ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ കേരളത്തിലെ സഹാക്കൾക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം വീരവാദം പറയുന്നുണ്ടെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ ആരും കൂടെ ഉണ്ടാവാനിടയില്ല. ഫേസ്ബുക്കിലൊക്കെ ചില സഹാക്കൾ അല്ലെങ്കിൽ സൈബർ പോരാളികൾ അദ്ദേഹത്തെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ടാവും. നാളെ അതൊന്നും ഉണ്ടാവണം എന്നില്ല. ഏതെങ്കിലും ഒരു കേസിൽ പിടിച്ചകത്തിട്ടാൽ അതോടെ അൻവറിൻ്റെ ഈ ചങ്കൂറ്റം അവസാനിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സൂചനകളൊക്കെ പിണറായി വിജയൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കള്ളക്കടത്ത് സംഘത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ, ആ ഇടപാടുകളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ ഗവർണറുടേതായിട്ട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ള കത്ത്, ഫോൺ ചോർത്തലിനെ കുറിച്ച്, ഇതൊക്കെ നാളെ ഒരു പരാതി ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടികൾ എടുക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്യുകയോ അൻവറിൻ്റെ തടയണ പൊളിക്കുകയോ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. അൻവറിൻ്റെ ഇപ്പോഴത്തെ നെകളിപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഇത് അവസാനിച്ചേക്കാം. പക്ഷേ കേരള സംസ്ഥാനവും അതുപോലെ ഇവിടുത്തെ CPM-ഉം ഒരുപോലെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു ആരോപണം അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്, പാർട്ടി കാണാതെ പോകരുത്. പാർട്ടിയെ മാത്രമല്ല, സംസ്ഥാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പിണറായി വിജയൻ RSSുമായും BJPയുമായും ഉണ്ടാക്കിയ കൂട്ടുകെട്ട് അല്ലെങ്കിൽ ധാരണ അതേപോലെ തന്നെ ഗൗരവമായി CPM ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് അൻവർ പറഞ്ഞിരിക്കുന്നത്? അതായത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗവും പിണറായി വിജയൻ്റെ മരുമകനുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിണറായി വിജയൻ്റെ മകളുമായ വീണ വിജയൻ, അഡീഷണൽ DGP അതായത് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള അഡീഷണൽ DGP MR അജിത് കുമാർ, പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഇവരെല്ലാം അടങ്ങുന്ന ഒരു ഗൂഢ സംഘമാണ് ഇപ്പോൾ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ചെറിയ സംഗതിയാണോ? സ്വർണം പൊട്ടിക്കലോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തോ പോലെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാവുന്ന ഒരു ക്രമസമാധാന പ്രശ്നമാണോ? കേരളത്തെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ഒരു ഗൂഢസംഘമാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നാണ് അൻവർ സാഹിബ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അൻവർ പറഞ്ഞ ഈ സിനാരിയോ ലോക ചരിത്രത്തിൽ പലവട്ടം പല രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അതിശക്തനായ ഒരു ഭരണാധികാരി ആരോഗ്യപരമായ കാരണങ്ങളാലോ മറ്റോ ദുർബലനായി മാറുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ഗൂഢസംഘം അധികാരവും ഭരണവും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം. അത് ചിലപ്പോൾ ഒരു സംഘമാകാം, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെയും മകനായ ഔറംഗസീബിൻ്റെയും കഥ 9ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ അതൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മകനായ ഔറംഗസീബ് രോഗാവസ്ഥയിലായ അച്ഛനെ തടവിലിട്ടുകൊണ്ട് രാജാധികാരം പിടിച്ച കഥയാണ് അത്. ആഗ്രാക്കോട്ടയിലെ ഒരു മുറിയിൽ, താജ്മഹൽ കാണാവുന്ന രൂപത്തിലുള്ള ഒരു മുറിയിൽ അദ്ദേഹത്തെ തടവിലിടുകയാണ് ഉണ്ടായത്. അതുപോലെ എത്രയെത്ര സംഭവങ്ങൾ. സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന ലെനിന് അവസാനം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ കഥ. അദ്ദേഹത്തിന് പക്ഷാഘാതമുണ്ടായി. അദ്ദേഹത്തെ തുടർന്ന് സ്റ്റാലിൻ അധികാരം ഏറ്റെടുക്കുന്നു. പിന്നീട് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഒതുക്കപ്പെട്ട കഥ ചരിത്രത്തിലുണ്ട്. സോവിയറ്റ് യൂണിയനും സോവിയറ്റ് പാർട്ടിക്കും വേണ്ടി അദ്ദേഹം എഴുതിയ ലെനിൻ്റെ നിയമം എന്ന് പറയുന്ന രേഖയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും നമുക്കറിയാം. ഇതൊക്കെ ലോക ചരിത്രത്തിൽ പലയിടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതുമാണ്. അതുപോലെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇപ്പോൾ അൻവർ പറയുന്നു. അദ്ദേഹം പറയുന്നത് ADGP അജിത് കുമാർ എന്തെഴുതി കൊടുക്കുന്നു അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനങ്ങളിൽ വായിക്കുന്നത് എന്നാണ്. മരുമകനായ മുഹമ്മദ് റിയാസിൻ്റെ വളർച്ചയ്ക്ക് പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും സംവിധാനങ്ങളെ ഈ സംഘം വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നിസ്സഹായനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രസക്തിയും വലിയ തോതിൽ കുറയുകയാണ്.
എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അജിത് കുമാറും പി ശശിയും ചേർന്ന കൂട്ടുകെട്ടാണ്. അങ്ങനെ ഈ 4 പേര് അടങ്ങുന്ന ഒരു ഗൂഢ സംഘത്തിൻ്റെ, ഒരു കോക്കസിൻ്റെ നിയന്ത്രണത്തിലും കൈവശവുമാണ് കേരള ഭരണം അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് അൻവർ പറയുന്നത്. CPM-ൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് ഘടകവിരുദ്ധമായ BJP RSSുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നിലും ഈ ഗൂഢസംഘത്തിൻ്റെ ഇടപെടൽ അൻവർ അടിവരയിട്ട് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് BJPയുടെ സഹായം ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ RSSനെ അവർക്ക് വേണമായിരുന്നു. അവർ ഈ സംഘത്തിലെ ചിലരെ അതിനുവേണ്ടി ഉപയോഗിച്ചു. അവർ RSSുമായിട്ട് സംവദിച്ചു, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്തു, കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായി. ഇപ്പോൾ അതിൻ്റെ തെളിവുകളും അതിൻ്റെ വിശദാംശങ്ങളും RSS നേതാക്കളുമായി സംസാരിച്ച ആളുകളുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കുന്നില്ല. ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു എന്നും, അതുപോലെ തന്നെ മകൾ വീണ വിജയന് എതിരായ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അൻവർ പറയുന്നുണ്ട്. കേന്ദ്രത്തിലെ BJPയെ കൊണ്ട് ആവശ്യമുള്ള ചിലർ നിർദ്ദേശിച്ചതുകൊണ്ടാണ് ADGP RSSൻ്റെ നേതാക്കളെ കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ പിന്നാലെ BJP പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിനെ ഉപയോഗിച്ച് തൃശ്ശൂർ പൂരം, സമാനതകളില്ലാത്ത സാംസ്കാരിക പാരമ്പര്യവും പൈതൃകവും പേറുന്ന തൃശ്ശൂർ പൂരം കലക്കിയത്. നിലവിലെ ചില സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈ അൻവർ പറഞ്ഞതിൽ ശരിയുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. ശരിയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ പക്കൽ അതിനാവശ്യമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. ഈ അൻവർ പറയുന്നത് വിശ്വസിക്കത്തക്ക, അതിന് ഉപോത്ബലകമായ ചില സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഒരു ഗൂഢസംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കത്തക്ക ചില സാഹചര്യങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഏതോ ഗൗരവമായ ഒരു രോഗത്തിന് വളരെ ഗൗരവമായ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. വിദേശത്തൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പഴയതുപോലെ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ഒരു വിഷയമാണ്. അത് ഈ കോളത്തിൽ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന ബോധവും എനിക്ക് നല്ലതുപോലെ ഉണ്ട്. പക്ഷേ ഇത്രയുമെങ്കിലും പറഞ്ഞത് ശ്രീ പിണറായി വിജയൻ്റെ ആരോഗ്യം നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തെ കൂടെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ഗൂഢസംഘം അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നുവെന്ന് CPM-ൽ തന്നെയുള്ള ഒരു നേതാവ്, ഒരു സ്വതന്ത്ര MLA പറയുന്നത് കൊണ്ടുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഈ ദൗർബല്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ ഒരു ഞായറാഴ്ചയാണ് ആദ്യമായി അൻവർ പരസ്യമായി ആരോപണം ഉന്നയിച്ചതെന്ന് നമ്മളിവിടെ ചൂണ്ടിക്കാട്ടി. സാധാരണഗതിയിലായിരുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് അടുത്ത നിമിഷം ഒരു പോരുകോഴിയെപ്പോലെ ചാടി വീണ് പ്രതികരിക്കേണ്ടതായിരുന്നു പിണറായി വിജയൻ. നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായിട്ടുള്ളൊരു ആരോപണം ഉണ്ടായപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനെതിരായിട്ട് അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ തന്ത്രപരമായ, പക്ഷെ ഞാനതിനെ ദുർബലമായ എന്ന് പറയുകയാണ്, ദുർബലമായ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും അവസാനം ആരോപണത്തിൻ്റെ കുന്തമുന നീളുന്നത് തനിക്കും തൻ്റെ കുടുംബത്തിനും എതിരെയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് അൻവറിനെ തള്ളിപ്പറയാനും ശക്തമായിട്ട് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായത്. അവിടെ വെച്ചാണല്ലോ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണെന്ന് അൻവറിനെ ആക്ഷേപിച്ചത്. അതുപോലെ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്ന അർത്ഥം വരുന്ന രീതിയിൽ സംസാരിച്ചത്. അത് എപ്പോഴായിരുന്നു, എത്ര സമയത്തിന് ശേഷമായിരുന്നു, ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. പിണറായി വിജയനും RSSുമായുള്ള കൂട്ടുകെട്ടിൻ്റെ സാഹചര്യ തെളിവുകളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്.
അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരു ADGP ആണ് RSS നേതാക്കളെ കാണുന്നത്. 2 നേതാക്കളെ കണ്ടു. അതിനുശേഷം വളരെ കൃത്യമായിട്ട് തൃശ്ശൂർ പൂരം കലക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ സമയത്ത് അവിടെ മറ്റു സ്ഥാനാർത്ഥികൾക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റിയില്ല. എങ്കിലും പോലീസിൻ്റെ സഹായത്തോടെ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അവിടെ എത്താൻ പറ്റി, അവിടെ ഇടപെടാൻ പറ്റി, അല്ലെ ഇടപെടുന്നുവെന്ന് മാലോകരെ കാട്ടാൻ സാധിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. BJP സ്കെച്ച് ചെയ്ത തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിക്കുകയാണ്. ലോകസഭയിൽ അവർ കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് തുറക്കുകയാണ്. കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ എക്സാലോജിക്കിനെ കുറിച്ചുള്ള അന്വേഷണം മന്ദീഭവിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ BJP പ്രതിസ്ഥാനത്തുള്ള കൊടകര ഹവാലാപ്പണ കേസ് അതങ്ങാവിയായിപ്പോയി. വാസ്തവത്തിൽ ഈ സിനാറിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനം, അത് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി 3-4 പേരടങ്ങുന്ന ഒരു ഗൂഢസംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അൻവർ ഒരു സാധാരണ MLA ആണ്, ഒരു സ്വതന്ത്ര MLA എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് അഴിച്ചുവിട്ട ഭൂതങ്ങളുണ്ടല്ലോ, അതിശക്തിമാന്മാരാണ്. ഒരു വലിയ കുറ്റകൃത്യങ്ങളുടെ മേഖലയാണ് അദ്ദേഹം കേരള സമൂഹത്തിന് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. കുറ്റങ്ങളുടെയും തെറ്റുകളുടെയും ഒരു വലിയ ഭൂപ്രദേശം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അധോലോകം തന്നെ ഇപ്പോൾ അയാളുടെ ആരോപണങ്ങളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പരിസമാപ്തി എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചതാണ്. ഒരുപക്ഷെ നമ്മൾ നാളെ അൻവറിനെ ജയിലിൽ പോയി കാണേണ്ടി വരുമോ എന്നുള്ളതും ആലോചിക്കാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാവ് MV ഗോവിന്ദൻ ഈ അൻവർ കൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, DSPയുടെ ക്യാമ്പ് ഹൗസിലെ മരം മുറി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വക വിഷയങ്ങൾ പാർട്ടി എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? ഈ ഗൂഢസംഘത്തിൻ്റെ കഥ അതുപോലെ ചേർത്ത് വായിക്കേണ്ടതാണ്. പിണറായി വിജയന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് RSS നേതാക്കളെ കണ്ടു എന്ന ആരോപണവും. ഇത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതേസമയം തന്നെ കേരളത്തെയും ബാധിക്കുന്ന ഒരു വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ബംഗാളിലെ സിംഗൂരിൻ്റെയും നന്ദിഗ്രാമിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് മനസ്സിലായപ്പോൾ സഖാക്കൾ കൂട്ടത്തോടെ ലാൽ സലാം പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിലും പശ്ചിമ ബംഗാൾ ആവർത്തിക്കുക തന്നെ ചെയ്യും.